ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ കടച്ചക്കയിലൊരു മസാലക്കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. കടച്ചക്ക നല്ല തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി കഷ്ണാക്കി മുറിച്ച് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. ഉള്ളി ഇടാം, തക്കാളിയൊക്കെ ഇടാം. നമ്മൾ ചിക്കനൊക്കെ വയ്ക്കുമാതിരി തന്നെയാണ് ഉണ്ടാക്കുക. എല്ലാ ചപ്പാത്തി, പുട്ട് എല്ലാത്തിലേക്കും നന്നായിരിക്കും. കടച്ചക്ക ഇതേമാതിരി കഷ്ണങ്ങളാക്കി എടുക്കുക. നമുക്ക് ചക്കയിലുള്ള മാതിരി ഇതിലൊരു മുളഞ്ഞുണ്ട്. അപ്പോൾ എണ്ണ കയ്യിൽ തടവിയിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. ചിരകി വെച്ച തേങ്ങയിൽ നമ്മൾ ഇത് വറുത്തെടുത്തിട്ടാണ് കടച്ചക്കക്കറി റെഡിയാക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലോണം വറുത്തെടുക്കുന്നു. വറുത്ത് നല്ല റെഡിയായി വന്ന ശേഷം നമ്മൾ നല്ലോണം നൈസായി അരച്ചെടുക്കാം. അരച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് കുക്കറിൽ വെച്ച് ഉള്ളി ഒതുക്കിയതിന് ശേഷം ഈ കടച്ചക്കയും കുക്കറിലിട്ട് നല്ല വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം അരവ് നല്ല നൈസായി അരച്ചെടുത്ത അരവ് നമുക്ക് അതിലേക്ക് പകരാം. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം കറിവേപ്പില, മല്ലിയില ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഞങ്ങളിത് പുട്ടിൻ്റെ കൂടെയാണ് കടച്ചക്ക കറി ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ചപ്പാത്തിക്കും ഇത് നന്നായിരിക്കും. താങ്ക് യു.